Greetings to you all in the precious name of our Lord and Savior Jesus Christ. കൂടി വന്നിരിക്കുന്ന ഏവർക്കും വീണ്ടും വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ തിരുനാമത്തിൽ സ്നേഹവന്ദനം. Praise and thank God for the time to stand in His presence. Even though there's not much time ahead of us, I pray that the Holy Spirit may convey and communicate the message that He wants me and all of us to take home with us today. ഇന്ന് പകൽക്കാലം ദിവസങ്ങളിൽ നിൽക്കുമ്പോൾ വചനവുമായി നിൽക്കാൻ വന്ന അവസരത്തെ ഓർത്ത് നാഥന് നന്ദി. മുമ്പിൽ വളരെ സമയമില്ലെന്നറിയാം, പക്ഷെ പെട്ടെന്ന് നാഥൻ തരുന്ന ചിന്തകൾ ഇന്ന് നമ്മൾക്ക് പെറുകി ദൈവസന്നിധാനെ അവൻ അതിനെ അപഗ്രഥിച്ച് അതിൽ നിന്ന് സത്യങ്ങളെ ഗ്രഹിച്ച് കടന്നു പോകുവാൻ കൃപ ദൈവം തരേണ്ടതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. Whenever I decide to speak from the Word, I always make the same mistake of waiting till the last minute to meditate upon the Word, and then I start huffing and puffing in front of my dad and saying that I'm not ready yet, and then he spends time with me. We only spent it right before I went to sleep because I was very tired. As you heard about the condition in our house the other day with Mom not being able to do anything, I tried to pick up and help out where I could. So at the end of the day, it was very tiresome time for me. But when my dad sat down with me, we only read this chapter, this portion. But by the time I woke up, the Holy Spirit gave me so much that now 15 minutes doesn't seem enough, but I will make it enough. Amen. പലപ്പോഴും ദൈവത്തിനാമത്തിൽ സംസാരിപ്പാന് എനിക്ക് അസൈൻമെന്റ് ലഭിക്കുമ്പോൾ ഞാൻ അവസാന നിമിഷം വരെ നോക്കി നിൽക്കും. അവസാന നിമിഷത്തിൽ സമയം വരാതെ പോകുമ്പോൾ ആകെപ്പാടെ അവൻ സ്വന്തം അവൻ തത്രപ്പെടുകയും ബഹളം വെക്കുകയും ഒക്കെ ചെയ്യും. അവൻ സ്വന്തം അങ്ങനെ ഈ കഴിഞ്ഞ ദിവസവും ഈ വചനം ഞാൻ അങ്ങോട്ട് പറയാമെന്ന് അവൻ സ്വന്തം ചെയ്യുന്നാല് നിങ്ങൾക്കറിയാൻ വീട്ടിൽ നടന്ന സംഭവങ്ങള് അവൻ ഞങ്ങളുടെ അമ്മ അവൻ സ്വന്തം ചെയ്ത് രാജരായി അവൻ സ്വന്തം എല്ലാ കാര്യങ്ങളും കയറി വന്നപ്പോൾ അവൻ സ്വന്തം ബാക്കപ്പായിട്ട് നിൽക്കേണ്ട ആവശ്യങ്ങൾ വന്നു. പിന്നെ അവസാനം വന്നപ്പോൾ അവൻ ക്ഷീണതയായിരുന്നു, വളരെ ടയേർഡായിരുന്നു. അവൻ സ്വന്തം ചെയ്യുന്നത് കൊണ്ട് ഒന്നും പ്രിപ്പയർ ചെയ്യാൻ കഴിവില്ല. ഞാൻ വല്ലാതെ ഭാരം ആരോന്നും പറയല്ല, പക്ഷെ അവൻ ഡാഡി ഇത് മനസ്സിലാക്കി എന്റെ കൂടെ വന്ന് അവർ ഉറങ്ങാൻ കിടക്കുമ്പോൾ കട്ടിലേക്ക് കിടന്നു. അവൻ ഞങ്ങൾ ആ ഭാഗം ഒന്ന് വായിക്കുക മാത്രം ചെയ്തു. അവൻ സ്വന്തം ചെയ്തു, വായിക്കുക മാത്രം ചെയ്തു. അവൻ സ്വന്തം അതിൽ നിന്ന് അവൻ ചില കാര്യങ്ങൾ പരിശുദ്ധാത്മ കിട്ടിയത് അത് കേട്ടോ ആ വായിച്ച് കേട്ട് കിടന്ന് ഉറങ്ങി. രാവിലെ ആയപ്പോൾ പരിശുദ്ധാത്മ അനേക ചിന്തകള് അവൻ തലച്ചോറിൽ അത് ക്രോഡീകരിച്ച് നൽകാനിടയായി. അത് നിങ്ങളുമായി പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. So in this month that we're talking about sowing in tears, I want us to look at the sinful woman in Luke chapter 7 who approached Jesus in tears, and we might just see that episode as just the tears, but she did sow in tears because she did not leave Jesus' presence the same way. പ്രിയമുള്ളവരെ, ഈ മാസം പരിശുദ്ധാത്മാവ് വളർച്ചയുള്ള ബന്ധത്തില് അവൻ എങ്ങനെ വിതയ്ക്കണം വിത്ത് എന്നതിനെ കുറിച്ച് പറയുകയാണല്ലോ. അവൻ മനുഷ്യരൊക്കെ സാധാരണ രീതിയിൽ വിതച്ചിട്ട് പോകാറുണ്ട്. പക്ഷെ പരിശുദ്ധാത്മാവ് സഭയോട് നമ്മോട് പറയുമ്പോൾ പഠിപ്പിക്കുക, കുഞ്ഞെ സഹോദര ചുമ്മാ ജസ്റ്റ് വിതയ്ക്കാതെ ശരിയാ വിത്ത് ജീവനും ചൈതന്യം ഉള്ളതാ, അത് ഓട്ടോമാറ്റിക്കായിട്ട് പരിശുദ്ധാത്മാവ് നനച്ചോളം അങ്ങനെ ചിന്തിക്കാതെ നീ അല്പസമയം എടുത്ത് ഒന്ന് നുറുങ്ങാൻ, ഒന്ന് ബ്രേക്ക് ആകാൻ, എന്റെ കണ്ണീരോടൊന്ന് വിതയ്ക്കാനായിട്ട് പരിശുദ്ധാത്മ പഠിപ്പിക്കുന്ന അതിനുള്ള ബന്ധത്തില് അവൻ ആ പാപിനിയായ സ്ത്രീയുടെ അവൻ ആ കഥ മുമ്പിലേക്ക് കടന്നു വന്നു. അവൻ കടന്നു വന്നപ്പോൾ അവൻ സ്വന്തം ആ സ്ത്രീ അവൻ എന്തു ചെയ്തു? അവൾ സത്യം പറഞ്ഞാൽ ജസ്റ്റ് പോയി കരയുകയായിരുന്നോ, അതോ അവൾ കരഞ്ഞുകൊണ്ട് അവൻ വചനമാകുന്ന വിത്ത് വിതയ്ക്കുകയായിരുന്നോ എന്ന് ഒന്ന് തിരിച്ചറിയാൻ അല്പസമയം അവൻ അവിടെ ചെലവഴിപ്പാൻ കർത്താവ് കൃപ ചെയ്യുവാനിടയായി. I want to read a little bit of verse 37 before we go back from the beginning of chapter 7 itself to see kind of bits and pieces of what about the things of Jesus' nature and character that this woman had to understand in order to approach Jesus in that manner. പ്രിയമുള്ളവരെ, ആ വചനത്തിന്റെ 37ാമത്തെ വാക്യത്തിൽ അല്പം നിന്നിട്ട് അതിന്റെ ആ പ്ലോട്ട് ഒന്ന് പറയാൻ, എന്റെ പരിതസ്ഥിതി ഒന്നിനോട് പറഞ്ഞിട്ട് അവൻ ആ സ്ത്രീ ചുമ്മാ അങ്ങ് വന്നതാണോ, അതോ ആ സ്ത്രീ ചില കാര്യങ്ങളെ ഗ്രഹിച്ചു മനസ്സിലാക്കി അവിടെ വന്നതാണോ എന്ന് അവൻ അതിന്റെ ആദ്യ ചാപ്റ്ററിൽ ആദ്യം മുതൽ ഒന്ന് വായിച്ച് നിങ്ങളുമായി ചിന്ത അവൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുക. അവിടെ വരുമ്പോൾ ഉള്ള സാഹചര്യത്തെ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കട്ടെ. 37ാം വാക്യത്തിൽ കൂടി in verse 37 it says, "And behold, a woman of the city who was a sinner, when she learned that he was reclining at table, brought an alabaster flask of ointment," and she goes directly to the house of that Pharisee where Jesus is. But it says when she learned that Jesus was there. ആമേൻ. അവിടെ വായിക്കുന്നു 7ാമത്തെ വാക്യത്തിൽ, ആ പട്ടണത്തിൽ പാപിയായ ഒരു സ്ത്രീ അവൻ പരീശന്റെ വീട്ടിൽ ക്ഷണത്തിനിരിക്കുന്നു എന്നത് അറിഞ്ഞു. അവൾ വെങ്കൽ ഭരണി
പരിമള തൈലം കൊണ്ടുവന്നു. അവൾ അറിഞ്ഞു. അപ്പൊ അറിവ് അവിടെ ആ വാക്യത്തിൽ നിന്ന് കാണാം. ലേൺഡ്, അവൾ അറിഞ്ഞു. But when the hearing about Jesus being in that Pharisee's house wasn't the first, the only time that she had ever heard about Jesus, she had to clearly, obviously know who this Jesus was in order to know that she could bring her problem to him. പ്രിയമുള്ളവരെ, ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. പരീക്ഷന്റെ വീട്ടിൽ വരുന്നത് ആദ്യമായി കേട്ടറിഞ്ഞ് ഓടി വന്ന സ്ത്രീയല്ല. ആ സ്ത്രീ എന്നൊന്ന് ഗ്രഹിക്കണം. കാരണം അവിടെ സാഹചര്യം, അവിടെ അവസ്ഥ, അവളുടെ പ്രതിസന്ധികൾക്ക് പരിഹാരം എന്ത്, ഇതൊക്കെ സ്വന്തം ചെയ്യുന്നു. യേശുവിന് എങ്ങനെ ചെയ്യാൻ കഴിയുമെന്ന് അറിയാതെ യേശു വന്നെന്ന് പറഞ്ഞവൾ ഓടി സുപ്രഭാതത്തിൽ വന്നതല്ല. യേശുവിനെ കുറിച്ച് അവൾ ചില കാര്യങ്ങൾ മുമ്പുകൂട്ടെ കേട്ട് മനസ്സിലാക്കാൻ കർത്താവ് ചില അവസരങ്ങൾ അവർക്ക് ഒരുക്കിയിരുന്നുവെന്ന് ആ വചനം വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. I want to look at the three instances that were mentioned before this in the same chapter, which was Jesus healing the centurion servant in Capernaum, Jesus healing the widow's dead son at 9, and Jesus responding to the doubts of John the Baptist's disciples. പ്രിയമുള്ളവരെ, അതിനു മുമ്പ് അധ്യായത്തിൽ നിങ്ങൾ വായിച്ചു നോക്കിയാൽ 3 സംഭവങ്ങൾ പ്രധാനമായ അധ്യായത്തിൽ നടക്കുന്നുണ്ട്. ഒന്നാമത് ശതാധിപന്റെ സ്വന്തം ആ ഭൃത്യനെ യേശു സൗഖ്യമാക്കുന്ന സംഭവം അതേ അധ്യായത്തിലാണ് നടക്കുന്നത്. അതിനുശേഷം 9 പട്ടണത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന സ്വന്തം ആ ശവഘോഷയാത്രയില് സ്വന്തം ചെയ്യുന്നു. മകനെ നഷ്ടപ്പെട്ടു പോയ വിധവയ്ക്ക് ഈശോ മകനെ ഉയർപ്പിച്ച് മടക്കി കൊടുക്കുന്ന ആ സംഭവം നടക്കുന്ന അധ്യായത്തിലാണ്. ആ അധ്യായത്തിൽ തന്നെയാണ് യോഹന്നാനെ ചില തന്റെ ശിഷ്യന്മാരെ യേശുവിന്റെ അടുക്കിലേക്ക് അയച്ചിട്ട് വരുവാനുള്ളവൻ നീ തന്നെയാണോ, നിങ്ങൾ മറ്റു വല്ലവരെയും കാത്തിരിക്കണോ എന്ന് ചോദിക്കുന്ന സംഭവം നടക്കുന്നത്. In the instance where Jesus healed the centurion servant, we see that the centurion sent people to Jesus to call or to ask Jesus to just say the word so that to come to arrive. But by the time Jesus was close to where he was, the centurion sent his friends over saying that, excuse me, I'm getting the instances mixed up. The centurion sends messengers to Jesus in the beginning so that Jesus could come to where his servant was and could heal him, could just say the word so that his servant could be healed, because the centurion acknowledged that he was not worthy enough for Jesus to come to where he was. So the centurion asks Jesus to just say the word. നിങ്ങൾ ആദ്യത്തെ ആ ഭാഗം വാക്യങ്ങൾ അധ്യായത്തിൽ പോകുമ്പോൾ സ്വന്തം ചെയ്യുന്നു. അവിടെ നിങ്ങൾക്ക് ഒരു ശതാധിപനെ കാണാൻ കഴിയും. തന്റെ പ്രിയനായ ഒരു ദാസൻ ദീനം പിടിച്ച് കിടപ്പായിരുന്നു. അവൻ യേശുവിന്റെ വസ്തുത കേട്ടു. അവൻ യേശുവിനെ പരിചയമില്ല, കേട്ടു. അവൻ വന്ന് തന്റെ ദാസനെ രക്ഷിക്കേണ്ടതിന് അവനോട് അപേക്ഷിപ്പാൻ യഹൂദന്മാരുടെ മൂപ്പന്മാരെ അവന്റെ അടുക്കൽ അയച്ചു. അവൻ തന്നെത്താൻ വരാൻ യോഗ്യനാണെന്ന് അവൻ കരുതിയില്ല. അതുകൊണ്ട് യഹൂദന്മാരുമായിട്ട് നല്ല ടേൺസ് ആയതുകൊണ്ട് യഹൂദന്മാരുടെ മധ്യത്തിലെ മൂപ്പന്മാർ യേശുവിന്റെ അടുക്കൽ അവന് വേണ്ടി തന്റെ ദാസന് വേണ്ടി പീഡിയൻ പറഞ്ഞയക്കുന്ന ഭാഗം നമുക്ക് കാണാൻ കഴിയും. When it says that the centurion sends people to approach Jesus, the centurion, in his address to Jesus in that indirect manner, he is acknowledging his unworthiness. He's acknowledging his sin. He's acknowledging the things in his life that are not right, and yet he exhibits the faith for Jesus, understanding the authority that this person Jesus has to just say the word so that his servant can be healed. നിങ്ങൾ ശ്രദ്ധിക്കണം, ആ ശതാധിപനെ ശേഷം യഹൂദിയിലുള്ള മറ്റ് യഹൂദന്മാരെ പോലെ ആയിരുന്നില്ല. അവന്റെ അയോഗ്യത അവൻ തിരിച്ചറിഞ്ഞുകൊണ്ടാണ്, എന്നാൽ ക്രിസ്തുവിന്റെ യോഗ്യത ആഴത്തിൽ മനസ്സിലാക്കിയാണ് അവൻ യഹൂദന്മാരുടെ മൂപ്പന്മാരെ ഈശോയുടെ അടുക്കൽ അയക്കുന്നത്. അവൻ പറയുന്നു, ഞാൻ യോഗ്യനല്ല, വന്ന് ചോദിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. സോ റിയാലിറ്റി ദൈവത്തിന്റെ അടുക്കൽ വരുമ്പോൾ ദൈവം ആരാണെന്ന് തിരിച്ചറിഞ്ഞു വേണം. ചുമ്മാ വന്നോ എനിക്കെല്ലാം അല്ല, നിന്റെ റിയാലിറ്റി, നിന്റെ റിയൽ സിറ്റുവേഷൻ തിരിച്ചറിയണം. തന്റെ അയോഗ്യത, തന്റെ സിൻഫുൾനെസ്, തന്റെ കുറവുകൾ ശതാധിപൻ തിരിച്ചറിഞ്ഞു. ഒത്തിരി നന്മ ചെയ്യുന്നവനാണല്ലോ. എന്നിട്ട് ഒരു കാര്യം കൂടെ അവൻ തിരിച്ചറിഞ്ഞ ഒരു കാര്യം, അധികാരം എന്താണെന്ന് തിരിച്ചറിഞ്ഞു. അധികാരം, പവർ. അതുകൊണ്ട് ഇന്ന് പലക്കാലം ഓർത്തോണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞല്ലോ, സ്വന്തം ചെയ്യുന്നു. മറിയയോട് ദൂതൻ ചോദിക്കുക, യഹോവയാൽ കഴിയാത്തവല്ല കാര്യമുണ്ടോ? അപ്പോൾ അതോറിറ്റി എന്താണ്, പവർ എന്താണെന്നും തിരിച്ചറിഞ്ഞ പുള്ളി പറയുക. യേശുവിനോട് സംസാരിക്കുന്ന വാക്കുകൾ നമുക്ക് അവിടെ കാണാൻ കഴിയും. So we see that Jesus marvels at the end of this encounter and says, not even in Israel have I found such faith. So if anybody afterwards, after the healing of this servant, heard this, they would understand that this person, Jesus, is able to encounter those who are unworthy, that he himself has the authority to heal just with his word, and that he appreciates and
values great faith. പ്രിയമുള്ളവരെ, വലിയ വിശ്വാസത്തെ യേശു ആദരിക്കുക. വലിയ വിശ്വാസം ചുമ്മാ കണ്ണടച്ച് പൊട്ട വിശ്വാസം ഒന്നല്ല. അറിഞ്ഞ് നീ വിശ്വസിക്കണം. നീ എന്താണ് ശതാധിപന്റെ പ്രത്യേകത? അവന്റെ അയോഗ്യത അവൻ മനസ്സിലാക്കി. യേശുവിന്റെ അടുക്ക വന്ന് ചോദിക്കാൻ പോലും യോഗ്യത മനസ്സിലാക്കി. അറ്റ്ലീസ്റ്റ് അവന്റെ അടുക്ക പോകാൻ കഴിവുള്ള അവനോടൊപ്പമുള്ള യഹൂദന്മാരായിട്ടുള്ള അവരെ പറഞ്ഞയക്കുമ്പോൾ തന്നെ തന്റെ അറിവ് വ്യക്തമാക്കിയ, ഞാൻ അധികാരത്തിന്റെ കീഴിലുള്ള ഒരു മനുഷ്യനാ, എന്റെ കീഴിലും പട്ടാളക്കാരുണ്ട്, 100 പട്ടാളക്കാരുണ്ട്, അവരുടെ പോന്ന് പറഞ്ഞാൽ അവൻ പോകും, വാന്ന് പറയാൻ എന്താണ് എന്റെ അധികാരം എന്നുള്ളത് അവൻ അപ്പോഴും പറയുക, നീ ദൈവപുത്രനാണ്, ഞാൻ വിശ്വസിക്കുന്നു. നിന്റെ വസ്തുത ഞാൻ കേട്ടപ്പോ, നീ ദൈവപുത്രനാണ്, നീ ഒരു വാക്ക് പറഞ്ഞാൽ അതുപോലെ നടക്കും, കാരണം സകലത്തിന്റെ സൃഷ്ടികർത്താവ് നീയാ. എന്റെ അധികാരത്തിലുള്ള മനുഷ്യൻ പോകാൻ പറഞ്ഞാൽ അവൻ പോയിട്ട് വാന്ന് പറഞ്ഞാൽ വരുമെങ്കിൽ നീ സകലത്തെയും നിന്റെ ബലമുള്ള വചനം കൊണ്ട് വഹിക്കുന്നവനാകുമ്പോ ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി, സംഭവിക്കും. എന്റെ വീട്ടിനകത്ത് വരുമ്പോലും വരാൻ അവന്റെ ആൾ ഇത് കേട്ടിട്ട് യേശു ഇസ്രായേൽ പോലെന്നും ഇതുപോലൊരു ഫെയ്ത്ത് ഞാൻ കണ്ടിട്ടില്ല. ഇന്ന് പകൽക്കാലം നിന്റെ സൗഖ്യത്തിൽ, നിന്റെ വിടുതൽ, നിന്റെ തലമുറ ചെയ്യുമായിരിക്കണം. അധികാരം യേശുവിന്റെ എന്താണെന്ന് അറിയണം. അത് കണ്ടാണ് അവൻ പറയുന്നത്. അത് കേട്ടിട്ട് യേശു പറഞ്ഞു, അവൻ ഇതുപോലൊരു വിശ്വാസം കണ്ടിട്ടേ ഇല്ല. Next, we look at the widow at Nain. When Jesus arrives at Nain with the disciples, he sees the crowds around this widow who had lost her husband beforehand and now has lost her son. And it says in verse 13, the Lord saw her, he had compassion on her, and said to her, do not weep. So, what to know about Jesus based on the things that you've heard about him? He is a Lord who sees your condition and has compassion on you. He doesn't try to avoid you, try to avoid the mess or the problem or the inconvenience that your situation causes, but rather he sees you and has compassion on you. And he is the answer and the remedy to your weeping. അവൻ പ്രിയമുള്ളവരെ ശ്രദ്ധിക്കണം. ആദ്യത്തെ സംഭവത്തില് അവൻ ശതാധിപന്റെ വിശ്വാസവചനം കേട്ട ഉടനെ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഹീലിംഗ്. അവൻ ഓൾറെഡി സൗഖ്യമായിരിക്കുന്നു. അവൻ സ്വന്തം ശതാധിപൻ കേൾക്കുന്നു. എപ്പോഴാ സമയം യേശു പറഞ്ഞ ടൈം എന്ന് മനസ്സിലാക്കുന്നു. നോക്കണം, വിശ്വസിച്ചാല് അവൻ ദൈവത്തിന്റെ അധികാരം, അവന്റെ കഴിവ്, അവൻ എന്തും ചെയ്യാൻ കഴിയുമെന്ന് ആ സംഭവം ലോകത്തിൽ അത് കേട്ടവരെ, അത് മനസ്സിലാക്കിയവരെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. യേശു തന്നെത്താൻ തന്റെ അയോഗ്യത മനസ്സിലാക്കി, യേശുവിന്റെ യോഗ്യതയും അധികാരവും മനസ്സിലാക്കി അടുത്തു വരുന്നവർക്ക് വേണ്ടി അത്ഭുതം ചെയ്യുമെന്ന് ആ സംഭവം കേൾക്കുന്നവന്റെ ചങ്കനകത്ത് അവൻ സ്വന്തം വിശ്വാസം ആഴത്തിൽ വേരൂന്നാൻ ഇടയാക്കും. അടുത്തതായിട്ടൊരു സംഭവം നടക്കുന്നു. ഈ നയിലിലെ വിധവ, ഒന്നാമതേ അവളുടെ ഭർത്താവ് നഷ്ടപ്പെട്ടു പോയി. അവൾ ബലഹീനയായി, ആശയറ്റവളായി, സഹായമില്ലാത്തവളായി, അവളുടെ സങ്കടം കാണാൻ ആരുമില്ലാതെ ഈ ഒറ്റ കുഞ്ഞിക്കാലിനെ നോക്കി അവളുടെ ഭാവിക്ക് ആശ ഉണ്ടാകുമല്ലോ അവൻ സ്വന്തം ചെയ്യുന്നു. ഏതിനായി പ്രത്യാശിക്കുന്ന യവനക്കാരന് വേണ്ടി മാത്രം പ്രത്യാശ ജീവിച്ച ആ വിധവ അവനും മരിച്ചു കഴിഞ്ഞപ്പോൾ ആരും യേശുവിന്റെ സംഭവം കൊണ്ടുവന്നില്ല, പറയാൻ വന്നില്ല, അയ്യോ മരിച്ചുപോയി, കർത്താവെ വന്ന് സൗഖ്യമാക്കണം. എന്റെ യേശുവിന്റെ പ്രത്യേകത തന്നെ അനുഗമിക്കുന്ന വലിയ ആ ക്രൗഡും അവൻ ഈ പട്ടണത്തിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് ശവം കുഴിച്ചുകൊണ്ടിടാൻ പോകുന്ന ആ അടുത്ത ക്രൗഡും രണ്ടും മീറ്റ് ചെയ്തപ്പോൾ യേശുവിന്റെ കണ്ണ് പോയി പതിഞ്ഞത് ഏങ്ങലടിച്ച് അലറിക്കരയുന്ന വിധവയുടെ കണ്ണുനീര്, അവിടെ ഏങ്ങല്, അവിടെ കരച്ചില്. എന്ന് പകൽക്കാലം എന്റെ ദൈവത്തിന്റെ പ്രത്യേകത, കണ്ണുനീര് കാണുമ്പോ മനസ്സറിയുന്ന ഒരു ദൈവം. ഉടഞ്ഞാൽ തകർന്നാൽ അവൻ മിണ്ടാതെ പോകുന്നവനല്ല. അവന് വേണ്ടി അവന് വേറെ ബിസിനസ് ഉണ്ട്, എത്രയോ കാര്യങ്ങൾക്ക് വേണ്ടി പോകുക. ആ പോകുന്ന വേറൊരു ഒരു വിഷയത്തിന് വേണ്ടി പോകുന്ന യാത്രയുടെ മധ്യത്തില്ല എനിക്ക് ഇതിനായിട്ട് ഇൻവോൾവ് ചെയ്യാൻ ടൈമിൽ എന്ന് പറഞ്ഞിട്ട് പോകാം. പക്ഷേ യേശുവിന്റെ പ്രത്യേകത, കണ്ണുനീര് കാണും. അവിടെ വീപ്പിങ്, അവിടെ ഏങ്ങൽ കണ്ടിട്ട് കർത്താവിന്റെ കമ്പാഷനാൽ നിറഞ്ഞു. മുമ്പോട്ട് പോകാൻ അവന് പറ്റുന്നില്ല. അവൻ സ്വന്തം ഈ സംഭവം കേൾക്കുന്നവർക്ക് അവർ കാര്യം മനസ്സിലാക്കും. യേശുവിന്റെ പ്രത്യേകത, കണ്ണുനീര് വീണാൽ അവൻ എത്ര കനമുള്ള വിഷയമാണെങ്കിലും മാറ്റിവെച്ചിട്ട് അവിടെ വിഷയത്തിന് വേണ്ടി നിൽക്കുമെന്നൊരു വസ്തുത അവൻ ഇത് നോക്കുന്നവർ, ഇത് കേൾക്കുന്നവർക്ക് തിരിച്ചറിയാൻ കഴിയും. കാരണം അവൻ ആ സ്ത്രീയുടെ വിഷയം ആരും യേശുവിന്റെ എത്തിച്ചില്ല, ആരും പറയാനുണ്ടായിരുന്നില്ല. ശിഷ്യന്മാർ പറഞ്ഞില്ല, അയ്യോ കഷ്ടമുണ്ടല്ലോ, ആർക്കും അറിയത്തില്ല, അവൻ അഡ്രസ് ചെയ്യാൻ പോലും പോയിട്ടില്ലെന്ന് ഇന്ന് പകൽക്കാലം മനസ്സിലാക്കുക. And once Jesus stilled the crowd, he said, young man, I say to you, arise. And at his word, this dead man rose up and began to speak. And it says, as we saw it before as well with the centurion servant, but again it's being solidified. Once Jesus, the Lord Jesus, says the word, even the dead can rise. Even hopeless and lifeless conditions can change at just his one word. And it says that this report spread across the whole of Judea and the surrounding country. So it's no assumption that
this sinful woman in verse 37 is hearing about all these things that Jesus and his word was able to accomplish. ശ്രദ്ധിക്കണമേ, ഇവിടെ നിങ്ങൾ സടക സംഭവം കേരളത്തിൽ രാവിലെ പറഞ്ഞ വിഷയം പോലെ ഇറിവേഴ്സിബിൾ ആണ് ഡെത്ത്. മരിച്ചു കഴിഞ്ഞാൽ തിരിച്ച് ജീവൻ ഉണ്ടാക്കി കൊണ്ടുവരാൻ ഒരു മനുഷ്യർക്കും എന്ത് ചെയ്യാൻ പറ്റുകയില്ല. ഇവിടെ ആരും ഈ സ്ത്രീയുടെ വിഷയം യേശുവിനൊക്കെ കൊണ്ടുവരുന്നില്ല. പക്ഷെ ഇവിടെ അവൻ നടന്നു പോകുമ്പോൾ അലറിക്കരയുന്ന ആ വിധവയുടെ എങ്ങനെ യേശുവിന് മുമ്പോട്ട് പോകാൻ പറ്റില്ല. അവൻ തിരിഞ്ഞു, അവൻ കമ്പാഷൻ മൂവിയിലിട്ട് ആ ക്രൗഡിന്റെ ഇടയിലേക്ക് നടക്കുക. അതിന് നടുവിലാണ് മഞ്ചം പിടിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാര്. എന്നിട്ട് യേശു മന്ദം പിടിച്ചുകൊണ്ട് പോകുന്നവരെ തൊട്ടു. അവിടെ നിന്നു. യേശു നിർത്തും. ഇന്ന് പകൽക്കാലം നിന്റെ ലൈഫ് നിത്യഡത്തിലേക്കും നിന്നെ കുഴിച്ചിടാൻ കൊണ്ടുപോകുന്ന അവസ്ഥകളിലേക്കും ലോകമെല്ലാം കൂടെ ചേർന്ന് കരഞ്ഞ് നിന്നെ കുഴിച്ചിടാൻ കൊണ്ടുപോകുന്ന അവസ്ഥകളിലാണ് യേശു. നീ കരയുന്നവനാണെങ്കിൽ കണ്ണുനീരിനെ നൃത്തത്തിൽ നിന്ന് കണ്ടിട്ട് കമ്പാഷൻ നിറയപ്പെട്ടു. അവൻ യേശു മഞ്ചം തൊട്ടു. ബാല്യക്കാരെ എഴുന്നേൽക്കാന്ന് പറഞ്ഞ് ജീവനോടാ അമ്മയ്ക്ക് തിരിച്ചു കൊടുത്തത് മുമ്പായിട്ട് അടുത്ത വാക്യം പറയുക, അവനെ കുറിച്ചുള്ള സ്തുതി ചുറ്റുമുള്ള ദേശങ്ങളിലും രാജ്യങ്ങളിലും പടർന്നു. അങ്ങനെയാകാം അവൻ ഈ പാപിനിയായ സ്ത്രീയും കേട്ടു. എന്റെ ദൈവമേ, അവൻ എന്തൊരു അധികാരമാ! മരണത്തിൽ മരിച്ചുപോയവനെ തിരിച്ചു വരുത്താൻ കഴിവുള്ളവന് ഇവൻ എന്താ അസാധ്യം. അവൻ രണ്ടാമത്തെ കേസിൽ കണ്ടു വിശ്വാസം മാത്രമല്ല കണ്ണുനീര്. അവൻ ആദ്യത്തെ കേസിൽ റെക്കമെൻഡേഷൻ ഉണ്ടായിരുന്നു, അവൻ പറയാൻ ആളുണ്ടായിരുന്നു, അവൻ നല്ലവനായിരുന്നു. ഇവിടെ റെക്കമെൻഡേഷൻ പോലും ആളുമില്ല. അവള് കണ്ടു കണ്ണുനീര്, ബ്രോക്കൺനെസ്, ആ വീപ്പിങ്. യേശുവിനെ പിടിച്ചു നിർത്തിയിരുന്നു. അവൻ ഒരിക്കലും ഇറിവേഴ്സിബിൾ ആയിട്ടുള്ള മുറിവ് നമുക്ക് ഹീൽ ചെയ്യാം, അല്ലെങ്കിൽ സർജറി ചെയ്യാം. ഇത് മരിച്ചു, സത്തുപോയവനെ തിരിച്ച് എങ്ങനെ വരുത്താൻ പറ്റും? അവൻ സ്വന്തം അവിടെ ഇറിവേഴ്സിബിൾ ആയിട്ടുള്ള ഡെപ്തിന്റെ അടുക്കലേക്ക് യേശു നടക്കുക. എന്നിട്ട് അവൻ സ്വന്തം ചെയ്യുന്നു, ആ കാഫിൻ ദൈവം തൊടുക. ഇന്ന് പകൽക്കാലം നിന്റെ കാഫിൻ, നിന്റെ ശവപ്പെട്ടി, ശവമഞ്ചത്തെ തൊടാൻ കഴിവുള്ള എന്റെ യേശു. ഇന്ന് നീ ഒന്ന് ഉടഞ്ഞാൽ, നീ ഒന്ന് കരഞ്ഞാൽ, ഉറവലവ നിനക്കൊരിക്കലും നടക്കത്തില്ല. നീ പറയുന്ന നിന്റെ വിഷയം അവനെ ആർക്കും പരിഹരിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് നീ സീലിട്ട് മുദ്ര വെച്ചിരിക്കുന്ന വിഷയത്തിന്മേല് ഇന്ന് നീ ഒന്ന് ഉടഞ്ഞാൽ, കണ്ണുനീരിൽ കരഞ്ഞാൽ, വിശ്വാസത്തിന്റെ വാഗ്ദത്ത വചനങ്ങള് കണ്ണീരൊന്ന് വിതച്ചാൽ, നിന്റെ ശവപ്പെട്ടിക്കരിയിൽ വന്നിട്ട് തന്റെ കൈ കൊണ്ട് തൊടാൻ കഴിവുള്ള എന്റെ യേശു. അവൻ അതിനെ കുറിച്ച് ഈ ലോകമെങ്ങും അവൻ ചുറ്റുമുള്ള ദേശമെങ്ങും പരന്നു. അവൻ രാജ്യങ്ങളിലും എത്തി. ഞാൻ ചിന്തിക്കുന്ന പാവനിയായ സ്ത്രീയുടെ ചെവിയിലും ഈ സംഭവം എത്തി. We see the disciples of John the Baptist being sent to Jesus and asking for John the Baptist, are you the one who is to come, or should we wait for another? And it says in verse 21, in that hour, when they came and spoke to him and they remained with him, he's like, wait, in that hour, there is so much healing and deliverance that happens. He healed many people of diseases and plagues and evil spirits, and on many who were blind, he bestowed sight. And then he responded back to the disciples to go back to John and say, look at how the blind receive their sight. The lame walk, lepers are cleansed, the deaf hear, the dead are raised up, the poor have good news preached to them. So, in verse 23, this I think is very important when we start talking about the sinful woman and the Pharisee. Blessed is the one who is not offended by me. Blessed is the person who trusts me instead of doubts me and what I can do. And as the adults have already discussed this portion in their Bible study, when Jesus in verse 28 to 30, he says, I tell you, among those born of women, none is greater than John. John just doubted right now. He sent disciples to doubt Jesus and ask whether he really is the one. But Jesus is saying, among those born of women, none is greater than John, yet the one who is least in the kingdom of God is greater than he. When all the people heard this, and the tax collectors too, they declared God just. Meaning, this God, this Lord, was accessible not only to the greatest, but even the tax collectors and the sinners, that they would be able to accept the purpose of God for themselves. But in the very next verse, it says the Pharisees and the lawyers rejected the purpose of God. So if this woman would have heard about this, she would know that this Lord is someone who accepts and gives value to those who are unvalued, disvalued by society, that he gives them a chance to accept the purpose of God. പ്രിയമുള്ളവരെ, നിങ്ങളിവിടെ കാണുമ്പോൾ അടുത്തതായിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് വിശ്വാസത്തിൽ തികഞ്ഞവനായ ഒരു മനുഷ്യനെ കാണാൻ കഴിയും. സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി അവൻ യോഹന്നാനേക്കാൾ വലിയവനാരും
ഇല്ല, വലിയൊരു മനുഷ്യൻ, വിശ്വാസത്തിൽ ഭയങ്കര തീക്ഷ്ണനായ മനുഷ്യൻ, തന്നെത്താൻ സെറ്റപ്പാട്ടായ മനുഷ്യൻ, ഒരു നാസിറായിട്ട് ദൈവത്തെ ശുശ്രൂഷൻ മനുഷ്യൻ, അവൻ ലോകകാര്യങ്ങളൊന്നും ഇടപെടാത്ത, അവൻ സെക്ലൂഡഡ് ആയി സെപ്പറേറ്റഡ് ആയിട്ട് കംപ്ലീറ്റ്ലി അവൻ കർത്താവിന് വേണ്ടി നിന്ന് മാനസാന്തരത്തിന്റെ സുവിശേഷം വിളിച്ചു പറഞ്ഞ ഒരു നല്ല യോഹന്നാൻ, ലോകമെമ്പാടും അറിയപ്പെടുന്ന, അവൻ ആദരിക്കപ്പെടുന്ന ഒരു യോഹന്നാൻ അവൻ അയച്ചു. ഈ പാവനിയായ സ്ത്രീ അത് കേട്ട് കാണും. അവൻ അവരോടൊന്നും കമ്പയർ ചെയ്യാൻ പോലും തന്നൊന്നുമല്ല എന്ന് മനസ്സിലാക്കിയിരിക്കുന്ന സ്ത്രീ കേട്ട് കാണും. ആ യോഹന്നാൻ എന്ത് ചെയ്ത് യേശുവിന്റെ അടുക്കല് ആളയച്ചു. അപ്പോഴത്തേക്ക് ഹീലിംഗ് നടക്കുക, മിറക്കിൾ നടക്കുക. അവൻ ശിശുമാരെ വന്ന് ചോദിക്കുക, കാരണം തടവറയിലായിപ്പോയ യോഹന്നാൻ ഡിപ്രസ്ഡ് ആയി. ഇന്ന് പകൽക്കാലം ചില സമയത്ത് ജീവിതത്തിൽ തടവറകൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ ഭക്ത നീ എത്ര തീക്ഷ്ണനും ശക്തനുമാണ്, ഏലിയാവിനെ പോലെയാണ് ക്ഷീണിച്ചു പോകുക. അതുകൊണ്ടാണ് പറയുന്നത് പകൽക്കാലം എങ്കിൽ ഇടറിപ്പോകരുത്. നീ ഏത് വേദന വരുമ്പോൾ, അവൻ പ്രതികൂലം വരുമ്പോൾ, നിന്റെ വഴികൾ അടയുമ്പോൾ, അവൻ നിന്നെ ജയിലിറക്കുള്ളിലാക്കുമ്പോൾ, നിന്റെ കഴുത്ത് വെട്ടാൻ പോകുമ്പോൾ, നീ പതറല്ലേ, വിശ്വാസത്തിൽ കലങ്ങല്ലേ. ഒരു നീതിമാന്റെ ചുവടുകൾ ദൈവത്താൽ കൽപ്പിതമാണെന്ന് കടന്ന് വിശ്വസിപ്പാൻ നിന്റെ നെഗറ്റിവിറ്റിയുടെ മൂർധന്യമസ്ഥയിൽ നിൽക്കുമ്പോഴും ദൈവ കരത്തെ നിനക്ക് വിശ്വസിക്കാൻ കഴിയും. പക്ഷെ യോഹന്നാൻ ഇടറിപ്പോയി. ശിശുമാരെ അയച്ചു. ഇവിടെ അത്ഭുതം നടക്കുക, രോഗികൾ സൗഖ്യമാകുക, മുടന്തർ എഴുന്നേൽക്കുകയാ, അവൻ രോഗികൾ മരിച്ചവർ ഉയർക്കുകയാ. അവൻ അപ്പോൾ വരാനുള്ളവൻ നീയാണോ? അതോ ഞങ്ങൾ വല്ലവരെ വിശ്വാസത്തെ ഏറ്റവും വലിയ, അതുകൊണ്ട് അവർ മുമ്പന്മാർ പലരും എന്താവും. അങ്ങനെ ഇരിക്കെ അവൻ യേശു നിങ്ങൾ എന്തിനു കാണാൻ പോയി, കാര്യങ്ങളൊക്കെ യോഹന്നാനെ കുറിച്ച് പറഞ്ഞിട്ട് പറയുന്നു. അവൻ എന്നാൽ ദൈവരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ യോഹന്നാനേക്കാളും. അപ്പോഴത്തേക്ക് മനുഷ്യന്മാരോ അവൻ സ്വന്തം ചുങ്കക്കാർക്കും ഭാവികൾക്കും ഒക്കെ പ്രത്യാശ ഉണ്ടാവുക. അതിന്റെ അർത്ഥം അവൻ ഞാൻ നല്ലവനും തികഞ്ഞവനുമായിട്ടല്ലോ ദൈവം എന്നെ സ്നേഹിക്കുന്നത്. വിശ്വസിച്ചാൽ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നത് വിശ്വസിച്ചാൽ, കുഞ്ഞിനെ പോലെ, ഒരു പ്രാന്തനെ പോലെ റാഷണാലിറ്റി നോക്കിക്കഴിഞ്ഞാൽ, റാഷണൽ എന്റെ പാപം ഒരിക്കലും യേശു എടുക്കാൻ കൊണ്ടാൻ പറ്റത്തില്ല. ഒരിക്കലും വരാൻ ഒരു കാരണവശാലും അവർക്ക് ധൈര്യം തരാം. ഒന്നാമത് പരീക്ഷന്മാര് ചുറ്റും നിൽക്കുന്ന ഒരു കോൺഗ്രേഷനോട്ടാണ് യേശുവിനെ വിളിച്ചേക്കുന്നത്. അവിടെ ഒരു പാപിക്ക് അവിടെ പുറത്ത് അയൽവക്കത്ത് നിൽക്കാൻ പോലും പറ്റത്തില്ല. കാരണം അവർ വചനം വെച്ച്, അവൻ വചന വ്യവസ്ഥ വെച്ചിട്ട് അവൻ സ്വന്തം വിധിക്കുന്നവരാണ്. ഓരോ കുറ്റങ്ങളെ എണ്ണി എണ്ണി പറയുന്നവരാണ് അവൻ. കാരണം ചതകുപ്പയിൽ പോലും അവൻ ചീരയിൽ പറമ്പിൽ കുപ്പയ്ക്കാതെ കിടന്ന് ചീര പറിച്ചാൽ 10 കൊടുക്കുന്നവരാ. വചനം പാലിക്കാൻ നോക്കുന്നവരാ. അവന്മാർക്ക് പാപിയെ കിട്ടിയ പിന്നെ വിട്ടയക്കുമോ? അവൻ പിച്ച് ചീന്തത്തില്ലേ. പക്ഷേ അവൾ കണ്ടു യോഹന്നാനെ പോലെ തികഞ്ഞ വിശ്വാസം നിന്നവനെ അവൻ ഇടറിയിട്ടും അവൻ സ്വന്തം വിശ്വാസം നിൽക്കുന്നവനെ സ്നേഹിക്കുന്ന യേശുവിനെ കുറിച്ച് അവൾ കേട്ടു. ആ വിശ്വാസം അവൾ ഉള്ളത്തിൽ പതിയാനിടയായി. പൽക്കാലം ഓർത്തോ പ്രിയമുള്ളവരെ, നിന്റെ വിശ്വാസത്തിന്റെ ആഴമോ ആധിക്യമോ, നീ എത്ര വിശുദ്ധനായിരുന്നു എന്നൊന്നുമല്ല. ഇന്ന് നിന്റെ യേശുവിനെ നീ ഒന്ന് തിരിച്ചറിയാൻ പറ്റിയാൽ, അവൻ ആരാണെന്നൊന്ന് തിരിച്ചറിയാൻ പറ്റിയാൽ, നീ ചെയ്ത പ്രവൃത്തി കൊണ്ടൊന്നുമല്ല നിന്നെ നീതീകരിക്കുന്നത്. അവൻ വലിയവനായതുകൊണ്ട്, അവൻ അധികാരമുള്ളതുകൊണ്ട്, അവൻ സർവശക്തനായതുകൊണ്ട്. എത്ര തളർന്നവനെയും, എത്ര ദൈവരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ എന്ന് പറയുന്നത്, ഏറ്റവും ചെറിയവൻ ഇതൊരു ഒറ്റ മതങ്ങളിലില്ല. അവൻ വേറെ ഒറ്റ മതങ്ങളിൽ ഇതില്ല. ഇതുകൊണ്ട് ആ ദൈവവചനം നിങ്ങൾ തിരിച്ചറിയുമ്പോൾ, വരുമ്പോൾ, നീ ഏറ്റവും കുറവുള്ളവനായി വന്നിരിക്കുമ്പോൾ, ഏറ്റവും ദൈവമക്കളിൽ ഏറ്റവും പക്ഷെ യോഹന്നാനേക്കാൾ നീ ആരാന്നാ പറഞ്ഞു. കാരണം നീ പ്രത്യാശ വെച്ച മനസ്സിൽ നീ വന്നിരിക്കുക. ഇന്ന് പകൽക്കാലം മരിതത്തിലേക്ക് വരണം. അപ്പൊ പാപിനിയായ സ്ത്രീ ഈ സംഭവങ്ങളോ so she would know that not only does she have a place in the kingdom of God because she heard what Jesus said, but she also knows that Jesus is a friend of tax collectors and sinners. If this woman had no friends, no true friends, she would know that at least she can come to this Jesus and have a friend. Jesus said, "Blessed is the one who is not offended by me." When the Pharisees are calling him a friend of tax collectors and sinners, they are voicing their offense at him. But hearing the offense, the sinful woman could have taken encouragement from that, knowing that she is a sinner and that this Jesus is a friend of sinners. പ്രിയമുള്ളവരെ ശ്രദ്ധിക്കണം. പരീശന്മാരും ചുങ്കക്കാരും ഈ സംഭവങ്ങൾ കണ്ടിട്ടും കേട്ടിട്ടും ഈശോയെ വിധിക്കുകയാ. അവൻ പാപികളുടെയും ചുങ്കക്കാരുടെയും സ്നേഹിതനെന്ന് പറഞ്ഞ് പരിഹസിക്കുമ്പോൾ അവൾ കേട്ടു, സ്നേഹിതനില്ലാത്തൊരു സ്ത്രീ, പാപത്തിന്റെ ചെളിയിൽ കിടന്നുകൊടുക്കുന്ന ഒരു സ്ത്രീ. ആരും വീട്ടുകാർക്ക് അവിടെ പൈസ മതിയായിരിക്കും. അവൾ ചെയ്യുന്ന പ്രവൃത്തിയെ സ്നേഹിക്കാത്തൊരു സ്ത്രീ. അവിടെ പൈസയ്ക്ക് ആർത്തിയുണ്ട്, പക്ഷെ അവളെ അംഗീകരിക്കാതെ അവളെ വെറുപ്പോടെ മാറ്റിയിരുത്തുന്ന ഒരു സ്ത്രീ. അവള് കേട്ടു ചുങ്കക്കാർക്കും പാപികൾക്കും
ഒരു സ്നേഹിതനുണ്ടെന്ന് കേട്ടു. അവൻ സ്വന്തം പരീക്ഷന്മാരും ന്യായശാസ്ത്രന്മാരും അവനെ തള്ളിക്കളഞ്ഞു. ആ ഭാഗത്ത് തന്നെയാ തോന്നുന്നു അവർ തങ്ങളാൽ സ്നാനമേൽക്കാതെ ദൈവത്തിന്റെ ആലോചനയെ തള്ളിക്കളഞ്ഞു പറഞ്ഞ അവിടെയാ മർമ്മം. ഞാനിങ്ങൾ പറയുന്ന പുസ്തകത്തിന്റെ മർമ്മം ആഴം അതാ. എന്തുകൊണ്ട് സ്നാനം പ്രത്യേകത? കാരണം ചുങ്കക്കാരും പാപികളും പരീക്ഷന്മാരും അവനാൽ സ്നാനമേൽക്കാതെ ദൈവത്തിന്റെ ആലോചനയെ തങ്ങൾക്ക് ഉറവാക്കി കളഞ്ഞു എന്ന് പറയുന്ന ഭാഗങ്ങളും ഈ സ്വന്തം ലൂക്കോസിന്റെ സുവിശേഷത്തിലാണ് പറയുന്നത്. മടങ്ങി വരട്ടെ, ഈ സ്ത്രീ കേട്ടു ചുങ്കക്കാർക്കും പാപികൾക്കും ഒരു സ്നേഹിതനുണ്ട്. അവൾ ആ ഓപ്പറേറ്റ് കളയാൻ വിചാരിച്ചില്ല. പരിതസ്ഥിതികളെ കുറിച്ച് അവൾ ഭാരപ്പെടുത്തില്ല. പരീക്ഷന്റെ വീടാണെന്ന് അവൾ നോക്കിയില്ല. അവൾക്ക് വേറെ വഴിയില്ല. അവരുടെ ഉള്ളത്തിനൊരു മാറ്റമാണ്. പാപം അവളെ ഉടയ്ക്കുകയോ, അവൾ മനഃപൂർവ്വമല്ല ചെയ്യുന്നത്. പാപം അവളെ കുലുക്കി, തന്ത്രത്തിൽ കുലുക്കി, അവളെ വശീകരിച്ച് അതിനകത്താക്കി രക്ഷപ്പെടാൻ കഴിയില്ലാതെ ഉടഞ്ഞ് നിരാശപ്പെട്ട് അവൻ നിലയില്ലാ ആഴത്തിൽ മുങ്ങി താഴുമ്പോൾ കച്ചിത്തുരുമ്പ് കിട്ടിയാലും രക്ഷപ്പെടാൻ വേണ്ടി കൊതിക്കുന്നവള് അവൻ കേട്ടു അവൻ പാപികളുടെ സ്നേഹിതനെ കുറിച്ച്. So, concluding my words with the actual event of this woman finally approaching Jesus, it says that she came directly to him. Didn't wait for her to fix her life herself first before approaching him. She came directly. As soon as she learned that Jesus was in Simon the Pharisee's home, she went directly to him, despite, as was already mentioned, the hostility of that environment. She wanted to go directly to the one who was able to heal with just his word and appreciated faith. She wanted to go directly to the one who could see her condition and have compassion on her and speak a word over her dead and decaying situation. She wanted to go to the one who was able to bring healing and deliverance and be the one who could give her a place in the kingdom and be her friend. She goes directly to him and brings the best of what she had to use on him. She brings the alabaster ointment. Perhaps it was something that she greatly valued. This woman is acknowledged by Simon and all the Pharisees there as a sinner. And women, we don't know, it isn't explicitly said what sin that she engaged in, but being a woman, perhaps it had something to do with immorality. And the fact that she very highly valued her appearance and being attractive to other people. She brings this expensive ointment just to use on Jesus. So she was willing to bring the best of what she had, despite her circumstances and situations and sin. She brought the best of what she had to Jesus. Then it says she approached him from behind. She didn't acknowledge herself as even worthy enough to come to him from even the front. She comes to him from the back. Jesus didn't even see her directly when she comes. She comes from the back, and it says that she goes down to his feet and cries and weeps and has her tears wet his feet, uses her hair. You know, hair is for women used as a crown of glory. She is literally casting her crowns down at the feet of Jesus, using her hair to wipe the feet of Jesus that her tears had already wet. Use the alabaster ointment to pour it all over him and anoint him. And she is down at his feet. She doesn't introduce herself. She doesn't introduce her problems. She doesn't ask Jesus to do anything for her. She just introduces herself with tears and complete brokenness and acknowledgement of her sin. പ്രിയമുള്ളവരെ ശ്രദ്ധിക്കണമേ. പരീക്ഷന്റെ വീട്ടിലേക്ക് ഈശോയെ ഭക്ഷണത്തിന് വേണ്ടി ക്ഷണിച്ചു. ഈശോ ശിഷ്യന്മാരും ആ ഭവനത്തിലേക്ക് കടന്നുപോയി. ഈ സ്ത്രീ യേശു പ്രദേശത്ത് വന്നിട്ടുണ്ടെന്ന് കേട്ടു. പ്രത്യേകിച്ച് ചുങ്കക്കാരും പാപികളും ഹറാമാണ്. ആർക്ക് സ്വന്തം ചെയ്യുന്നു? പരീക്ഷന്മാർക്കും ന്യായശാസ്ത്രിമാർക്കും. എന്നാൽ ആ സ്ത്രീ സ്വന്തം തന്റെ അവസ്ഥകളെ കുറിച്ച് ഭാരപ്പെട്ടില്ല. അവൾ കേട്ടു യേശു വന്നിട്ടുണ്ട്. ആരുമില്ല പരീക്ഷ ഏറ്റവും അവൾക്ക് അപ്രോച്ച് ചെയ്യാൻ കഴിയാത്തിടത്ത് യേശു വന്നേക്കുന്നത്. മറ്റുള്ളവർ പറഞ്ഞു എന്നാൽ ദൈവത്തിന് ഹിതമല്ല, അവനെടുക്കാൻ പോകാൻ ഹിതമല്ല. അതൊന്നും അവൾ തീരുമാനിച്ചില്ല. അവൾ പറഞ്ഞില്ല, എന്റെ യേശു ആരുടെ വീട്ടിലാണെന്ന് അവൾക്ക് വിഷയമല്ല. അവൾക്ക് ആ പാപഭാരം ഒന്ന് മാറണം. അവളുടെ ഉടയുന്ന ഹൃദയത്തിലൊരു ആശ്വാസം കിട്ടണം. അവൾക്ക് ഒരു വിടുതല്, ഒരു പ്രത്യാശ. ആ സംഘടനക്കാരൻ പറഞ്ഞതുപോലെ നിന്റെ നോട്ടം എന്നിൽ നിന്ന് മാറ്റാൻ. കാരണം ദൈവവചനത്തിന്റെ നോട്ടം അവളെ പാപനിയാണെന്ന് കംപ്ലീറ്റ് വിധിക്കുമ്പോൾ അവൾ ഉടയുകയാണ്. ഉടയുകയാണെന്നാൽ ആ പാപത്തിൽ രക്ഷപ്പെടാൻ അവൾക്ക് വഴിയില്ല. ആ സംഘടനക്കാരൻ നിലവിളിക്കുക, കർത്താവേ, ഞാൻ ഇവിടെ നിന്ന് പോയി ഉന്മേഷം അവൻ പോയി ഇല്ലാതെയാകുന്നതിന് മുമ്പ് ഉന്മേഷം പ്രാപിക്കേണ്ടതിന് നിന്റെ നോട്ടം, വചനത്തിന്റെ നോട്ടം അവളെ കുറ്റക്കാരിയെന്ന് വിധിക്കുക. പരീക്ഷന്മാരിരുന്നുകൊണ്ട് ന്യായം വിധിക്കുന്ന ആ സിംഹാസനത്തില് കേട്ടവൾക്ക് കച്ചിത്തുരുമ്പ് പോലെ ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതനെ കുറിച്ച് കേട്ടപ്പോൾ അവൾ ആ വീട്ടിലേക്ക് മുമ്പഴി കയറി വന്നില്ല. പരീക്ഷനുണ്ടോ എന്ന് അവൾ ചിന്തിച്ചില്ല. പുറകു വഴി അവളുടെ വിഷയം വന്ന് പാപമോ കുറവോ ഒന്നും പറയാൻ അവൾ സമയമെടുത്തില്ല. വന്നപ്പോൾ
അവളുടെ കയ്യിൽ ചില കരുതിക്കൊണ്ടാണ് വന്നത്. അവളുടെ ജീവിതത്തിൽ ഏറ്റവും അവൾ വിലമതിച്ചിരുന്നത്, ഏറ്റവും അവൾക്ക് പ്രഷ്യസ് ആയിരുന്നു. ഒരുപക്ഷെ അവൾ പാപം ചെയ്യാൻ പോകുമ്പോൾ പോലും അവൾക്കില്ല. അവൾ പുറത്ത് അവളെ പ്രസവിക്കാൻ നോക്കുമ്പോൾ ഏറ്റവും ഒരുങ്ങി പോകുമ്പോൾ അവൾ അവളുടെ ദേഹത്ത് പുരുഷൻ വെച്ചിരുന്ന വിലയേറിയ അവൻ സ്വന്തം ആ തൈലം എടുത്തുകൊണ്ട് അവൾ വരുന്നത്. കാരണം അവൾ പറഞ്ഞത് യേശുവിന് വേണ്ടി അലബാസ്റ്റർ ഓഫ് ഓയിൽ എടുത്തുകൊണ്ട് വരിക. എന്നിട്ട് അവൾ പുറകിൽ കൂടി നൂഴുന്ന, എന്നിട്ട് യേശുവിന്റെ പാദം എടുത്തിട്ട് വീഴുക, ഇൻട്രൊഡ്യൂസ് പോലും ചെയ്യാതെ. എന്നിട്ട് അവന്റെ പാദങ്ങളെ ചുംബിച്ചുകൊണ്ട് കണ്ണീരോട് കരയുക, ഏങ്ങലയുടെ ചലറി പൊട്ടിക്കരയുക, കണ്ണുനീര് ധാരധാരയായി പാദങ്ങൾ കൂടി ഒഴുകുക. എന്നിട്ട് അവള് ആ കണ്ണീരൊഴുകുന്ന കണ്ണുനീര് തന്റെ തലമുടി കൊണ്ട് അവള് തുമർത്തുക. അന്നേരം അങ്ങനെ പരിശം പറഞ്ഞു, ഇവൻ എന്തൊരു മനുഷ്യനാണ്. അവൻ സ്വന്തം ഓൾറെഡി ജഡ്ജ്മെന്റ് വന്നു കഴിഞ്ഞു. അവൻ സ്വന്തം പാപിനിയായ സ്ത്രീ വന്നിട്ട് അവളെ അകറ്റുന്ന പോലുമില്ല. യേശു അവളെ അകറ്റിയില്ല. ശ്രദ്ധിക്കുക, ആരും തന്നെ മാനിക്കാൻ കുറിക്കാത്തവനായ യേശു, തന്നെ അവൻ പ്രൊജക്ട് ചെയ്യാത്തവനായ യേശു. ഈ സ്ത്രീ വന്ന് കരയുന്നത് യേശു വിലക്കിയോ? ഇല്ല. നിങ്ങൾ കാരണം അവളുടെ വേദന യേശു, അവളുടെ പാപത്തിന്റെ ആഴം യേശു. ഇന്നലെ തന്നിന്റെ ഉടച്ചിൽ അറിയുന്ന യേശുവിനെ തള്ളി മാറ്റത്തില്ല. കാരണം ശരിയാ, തന്നെ എക്സാൾട്ട് ചെയ്യപ്പെടുന്നു വിശ്വസിക്കുന്ന യേശു പഠിപ്പിച്ച യേശു അവളെ തള്ളി മാറ്റിയില്ല. അവൻ അവൾ കരഞ്ഞു തീരത്തെ കണവനം എഴുതി കൊടുത്തു. അവൾ എങ്ങനെ അവളുടെ ഭാരമെല്ലാം കെട്ടുകൊണ്ട് പറഞ്ഞ് കണ്ണീരോട്, അത് കരയുമ്പോൾ ചുമ്മാ മുതലേ കണ്ണീരായിരുന്നില്ല. അവൾ ഓരോ വാഗ്ദത്തങ്ങള് അവൻ സ്വന്തം ചെയ്യുന്ന ആദ്യമന്റെ മോന്റെ കാര്യം മുതൽ വിശ്വാസത്തെ കുറിച്ചും അവൻ അധികാരത്തെ കുറിച്ചും അവൻ എല്ലാം ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞായിരിക്കാം അവൾ പാദങ്ങൾ കഴുകിക്കൊണ്ടിരുന്നു. ഞാൻ പാപിനിയെ യോഗ്യത എനിക്കില്ല എന്റെ വീട്ടിൽ വരാൻ, നിന്റെ അടുക്ക വരാൻ, നിന്റെ പാദവിടം ചുംബിപ്പാൻ പോലും എഴുതില്ല. അതെല്ലാം പറഞ്ഞ് അവൾ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കാം. അവൻ സ്വന്തം അതിനുശേഷം കണ്ണുനീർ കണ്ടു മറികടന്നു പോകാത്ത അവൻ യേശു, കാരണം അവൻ സ്വന്തം യേശുവിനെ കുറിച്ച് നൈനിലെ കഥ കേട്ടിട്ട് അവൻ ആശയത്തവർക്ക് സഹായമില്ലാത്തവർക്ക് സഹായമായി വെളിപ്പെടുന്ന യേശുവിനെ തണ്ണീര് തൂങ്ങി ഏങ്ങലടിക്കുമ്പോൾ കടന്നു പോകാത്ത യേശുവിനെ കുറിച്ചുള്ള അറിവായിരിക്കാം അവൻ സ്വന്തം അവളെ പൊട്ടിക്കരയാനിടയാക്കിയത്. അവൾ കരഞ്ഞുകൊണ്ടിരിക്കുക. യേശു അവളെ തടയുന്നില്ല. അവൻ കരഞ്ഞവളെ കണ്ണുനിർത്തുന്ന തന്റെ തലമുടിയെടുത്ത് തുവർത്തി ആ സ്വച്ഛ ആ കയ്യിലുണ്ടായിരുന്ന അവൻ അലവാസ്റ്റർ അവൻ ഓഫ് ഓയിൽ ഉടച്ചിട്ട് അവന്റെ കാലിൽ പൂശുവാനിടയായിത്തീർന്നു. ആ പ്രദേശം മുഴുവനും ആ പരിമളത്താൽ നിറയാനിടയായിത്തീർന്നു. When Jesus ascertained Simon's thoughts without even Simon vocalizing them, Jesus tells about the example, the situation where if a man, if a ruler canceled the debt of two people, one owing 500 and the other 50, who would love this master more? Who would love this ruler more? And Simon answers correctly, the one who had a greater debt that was canceled. And Jesus basically points to all the things that Simon did not do that this woman did. And even though we would like to identify ourselves with the woman in this situation, unfortunately we are all Simon in this situation. We are patting ourselves on the back for bringing Jesus into our homes and having him reclining at our table. The whole city knows that Jesus is reclining at Simon's table, but Jesus says when he entered into Simon's house, you gave me no water for my feet, but she has wet my feet with her tears. Simon is looking at convenience. Simon is not wanting to go past whatever is socially acceptable, whatever is the bare minimum that he can do for Jesus. That is what he is doing. But this woman bears all for Jesus. And it says, when you gave me no kiss, but from the time I came in, she has not ceased to kiss my feet. We sang about that in the beginning, about kissing the feet of Jesus, coming to him with brokenness and acknowledgement of your broken condition. You did not anoint my head with oil, but she has anointed my feet with ointment. Therefore I tell you, her sins, which are many, are forgiven, for she loved much, but he who is forgiven little loves little. When we come and sow in tears, we are loving on him based on the promises of his nature and his character. It's not about pity. It's not asking for pity. It's asking for mercy from the promise, from the basis and the grounds of love. ഇന്ന് പകൽക്കാലം ശ്രദ്ധിക്കണമേ പ്രിയമുള്ളവരെ, അവിടെ പരീക്ഷനായിരുന്ന ശിമോൻ അവൻ സ്വന്തം യേശുവിനെ വിധിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവന്റെ ഹൃദയത്തിന്റെ ചിന്തനകളെ തിരിച്ചറിഞ്ഞ യേശു അവനോട് ചോദിച്ചു. അവൻ സ്വന്തം ചെയ്യുന്നു. അവൻ 20 വെള്ളിക്കാശ് അവൻ കടംപെട്ടവന് ക്ഷമിച്ചവനെയും 500 കടംപെട്ടവൻ 50 അവൻ 500 അവൻ കടംപെട്ടവന് ക്ഷമിച്ചു കൊടുത്ത അവൻ 2 ദാസന്മാരെ കൊണ്ടിട്ട് ഇതിലെ ആര് അവൻ അധികം യജമാനെ സ്നേഹിക്കുമെന്ന് ശിമോനോട് ചോദിച്ചപ്പോൾ
അധികം വിളച്ചു കിട്ടിയവനെന്ന് ശിമോൻ പറഞ്ഞു. ഉടനെ യേശു പറയും, നീ പറഞ്ഞത് ശരിയാണ് ശിമോനെ, ഞാൻ നിന്റെ വീട്ടിൽ നീ എന്നെ ക്ഷണിച്ചിട്ട് വന്നു, നീ എന്നെ സ്വീകരിച്ചില്ല. നോക്കണം, യേശുവിനെ ക്ഷണിക്കുമ്പോൾ പാദം കഴുകി അവനെ ആദരിച്ചില്ല. നമുക്ക് അനേകര്, നമ്മുടെ പരീക്ഷങ്ങളുടെ കൂട്ടത്തിൽ അനേകര് വീട്ടില് അവൻ ക്ഷണിക്കണം, യേശുവിന് കൊടുക്കേണ്ട ആദരവ് കൊടുക്കാതെ ക്ഷണിക്കുന്നവരാണ് നമ്മള്. കാരണം നമുക്ക് അവൻ ആ ക്ഷമയുടെ അവസ്ഥ എന്താണെന്നും തകർച്ച എന്താണെന്നും അറിയത്തില്ല. നമ്മുടെ അവസ്ഥയിൽ പ്രതികരിക്കുമ്പോൾ ശിവനോട് പറയുക, നീ എന്നെ പാദത്തിന് വെള്ളം, സഹോദരന്മാരെ വീട്ടിൽ വിളിച്ച പാദത്തിന് വെള്ളം കൊടുക്കുന്ന ബേസിക് മര്യാദ അതുപോലെ യേശുവിനോട് അവർ കാണിച്ചില്ല. പക്ഷെ പറയുക, ഞാൻ വന്ന നിമിഷം മുതല് ഈ സ്ത്രീ കരഞ്ഞവിടെ കണ്ണുനീര് കൊണ്ട് എന്റെ പാദം കഴുകുക, അവൻ സ്വന്തം ചെയ്യുന്നു. എന്നിട്ട് അവൻ അടുത്ത കാര്യങ്ങൾ, ഞാൻ വന്നു, അവൻ സ്വന്തം നിന്റെ തലയിൽ തേക്കാനായിട്ട് എണ്ണ അവൻ തന്നില്ല, എന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്തില്ല, അവൻ സ്വന്തം ചെയ്യുന്നു. എന്നാൽ സ്ത്രീ കാരണം അനോയിന്റഡ് ആയിട്ട് ഒരു പ്രവാചകൻ വീട്ടിലേക്ക് വരുമ്പോൾ അവർ അഭിഷേകത്താൽ അനോയിന്റ് ചെയ്യുന്ന പരിപാടികളുണ്ട്. പക്ഷെ അവൻ ഈ യേശു പറയുക, ഞാൻ വന്നിട്ട് നീ ഈ സ്ത്രീ എന്ത് ചെയ്തു, അവൾ അത് ഉടച്ചെന്റെ പാദങ്ങൾ പൂശി, ഞാൻ കടന്നു വന്നപ്പോ നീ എന്നെ അവൻ സ്വന്തം ചെയ്യുന്നു, ആലിംഗനം ചെയ്തില്ല. നല്ല സ്ത്രീ വന്ന നിമിഷം മുതലേ കാല് ചുംബിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് യേശു പറഞ്ഞു, അവൾ ചെയ്ത അനവധി, അതിന്റെ അർത്ഥം എന്തോ, അവള് ഉടയാൻ കാരണം അനവധി പാപങ്ങൾ എന്നല്ല. Yes, I've been saying, if he knew who she was, Jesus knows full and well who she is, because she didn't even say, she didn't even have the time to use her mouth to say her problems and her sins, because she was too busy kissing the feet of Jesus. Jesus knew that she was very sinful. He knew each and every single one of her sins. പ്രിയമുള്ളവരെ ശ്രദ്ധിക്കണമേ, അവൻ സ്വന്തം ചെയ്യുന്നു. യേശുവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഹല്ലേലൂയ, യേശു അന്നേരമല്ല അവളെ കാണുന്നത്. അതുകൊണ്ടാണ് അവന്റെ ദൈവത്വത്തെ കുറിച്ച് ബൈബിൾ വെളിപ്പെടുത്തുന്നത്. അവൻ സകലവും അറിവുള്ളവനായ യേശു, അവളുടെ ഉള്ള പുസ്തകങ്ങളെ അറിവുള്ളവനായ യേശു. അവൻ ശിവനോട് പറയുക, അവൻ സ്വന്തം, അവൾ പറഞ്ഞില്ല, ഇൻട്രൊഡ്യൂസ് ചെയ്തില്ല അവൾ ചെയ്ത പാപങ്ങൾ എന്താണ്. അതുകൊണ്ട് അവൻ ഒരു കാര്യം ഓർത്തു, കുമ്പസാരത്തിന്റെ ആവശ്യമില്ല. നിന്റെ പാപം എന്റെ ദൈവത്തിന് അറിയാം. നീ അക്നോളജ് ചെയ്ത് പൊട്ടിക്കരയുമ്പോൾ നീ പറയാതെ തന്നെ പോലും ദൈവത്തിന്, കാരണം ആ പാപങ്ങളെ കഴിക്കണം. പക്ഷെ നിന്റെ അനുതാപം, നിന്റെ ബ്രോക്കൺനെസ്, നിന്റെ ബ്രേക്കിംഗ്, അതാ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത്. വീണ പാതവിടെ കരഞ്ഞ് ചുംബിക്കുമ്പോൾ, പറയാൻ പോലും വാക്കുകൾ എക്സ്പ്ലെയിൻ ചെയ്യാതിരിക്കുമ്പോൾ അവൻ ശിവനോട് പറയുക, അതുകൊണ്ട് അവൾ ചെയ്ത അനവധിയായ പാപങ്ങൾ അവളോട് ക്ഷമിച്ചിരിക്കുന്നു, അവളെ നീതീകരിച്ചു. എന്നാല് അവൻ സ്വന്തം ചെയ്യുന്നു. എല്ലാം നന്നായി ചെയ്ത ഒരു ശിമയോന് അവൻ നീതി തന്നെ കിട്ടിയില്ല. അവൻ വിധിയുടെ ആത്മാവിൽ നിന്നും അവൻ ബ്ലസ്സഡ് ആകാൻ പറ്റിയില്ല. അവൻ വിടുതലിന്റെ സന്തോഷം അറിഞ്ഞില്ല. അവൻ സ്വയ സാറ്റിസ്ഫാക്ഷൻ പോയി. ഇന്ന് അനേകർ ആരാധനയ്ക്ക് വന്നിട്ട് സ്വയ സാറ്റിസ്ഫാക്ഷൻ, ഞാൻ അങ്ങനെ ചെയ്തു, അങ്ങനെ പോകാനേ വേണ്ട. നീ വരുമ്പോൾ ഉടനെ കരയുമ്പോൾ ദൈവം നിനക്ക് ക്ഷമ തന്ന്, ദൈവം നിന്റെ പാപങ്ങളെ മോചിച്ച് നിന്നെ വിടുതലോടെ അയച്ചു എന്നൊരു ഒരു പോക്കും നിന്റെ അറിവിലുള്ള, നീ അമിടുക്കനാ, അവൻ ഭയങ്കര ബൈബിൾ അറിവുള്ളവനാ, ആ പോക്കും ഒരു വലിയ അന്തരമാണ്. അവൻ പ്രിയമുള്ളവരെ ശിമയോന് അവൻ ആ ആനന്ദം, സ്ത്രീ അനുഭവിച്ച ആനന്ദം, അതായത് കണ്ണീരോടെ വിതയ്ക്കുന്നവൻ എങ്ങനെ പോയെന്ന് പറഞ്ഞേ, ആ ആത്മാവർക്ക് അവന് മനസ്സിലായിട്ടില്ല. സ്ത്രീ ഒന്ന് പോയപ്പോൾ ഇതുവരെ അവരുടെ ജീവിതത്തിൽ ആർപ്പിന്റെ അനുഭവം ഉണ്ടായിട്ടില്ല. ഇതുവരെ പാപനിയായി ജീവിച്ചിരുന്നവൾ എന്നും നിരാശയിലും വേദനയിലും അവൾ കിടന്നുറങ്ങിയത്. തുടർന്ന് ആ വീട്ടിൽ നിന്ന് പോകുമ്പോൾ അവൾ ആർപ്പോട് അവൾക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ആനന്ദം അവൻ സ്വന്തം ചെയ്യുന്നു. സകല ബുദ്ധിയെ കവിയുന്ന ദിവ്യ സമാധാനം അന്ന് അവൾ ആദ്യമായി അനുഭവിച്ചു. ഇന്ന് പകൽക്കാലം വചനം കേൾക്കുന്ന ആരെങ്കിലും ഞങ്ങൾ ശ്രദ്ധിക്കുന്നെങ്കിൽ, കണ്ണീരോടെ വിതച്ചാൽ കുഞ്ഞെ നീ ആർപ്പോടെ കുഞ്ഞും, നിന്റെ പ്രവൃത്തിയുടെ ആദിത്യവും നിന്റെ കഴിവുമല്ല. ഇന്ന് നീ ഉടയലോട് ദിവസം നീ വന്നിട്ട് ദൈവവചനത്തിന്റെ വാഗ്ദത്തങ്ങളെ മുറുകെ പിടിച്ച് ആ വചനമാകുന്ന വിത്തുനി വിതച്ചുകൊണ്ട് കണ്ണീരോടെ കരഞ്ഞാൽ ഇന്ന് നിന്നെ ജയത്തോടും ആർപ്പോടും മടക്കി ആരാധനയോട് തിരിച്ചയക്കുന്ന അധികാരത്തിന്റെ ദൈവം, അത്ഭുതത്തിന്റെ ദൈവം, മരണത്തെ മാറ്റാൻ കഴിവുള്ള ദൈവം, റിപ്പോർട്ട് ചെയ്യാൻ കഴിവുള്ള ദൈവം. ഇന്ന് പകൽക്കാലം ഈ ഭൂമിയിൽ എന്ത് അവൻ മനുഷ്യർക്ക് കഴിയാത്തതോ അത് ചെയ്യാൻ നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവം ഇന്ന് പകൽ നമ്മുടെ മധ്യയുണ്ട്. ഈ വചനം അവൻ നമുക്ക് ഏറ്റെടുക്കാം. Was forgiven, justified, and vindicated, and Simon the Pharisee is not heard of again. This woman's story is immortalized through the Word of God, so that even today we can use that scripture and promise of her life and testimony as the seeds that we sow in tears before God's presence even today. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ശ്രദ്ധിക്കുക. അവൻ സ്വന്തം ആ പരീക്ഷനായ ശിമയോൻ
വചനമൊക്കെയും പാലിക്കുന്നവനായിരിക്കാം. പക്ഷേ അവൻ നീതീകരിക്കപ്പെടാത്തവനായി, അവൻ വിന്ദിക്കപ്പെടാകാത്തവനായി, അവൻ അവന്റെ കടങ്ങൾ ഇളച്ചു കിട്ടാത്തവനായിട്ട് അവന്റെ സ്വയനീതിയിൽ പുകഴ്ന്ന് അവൻ പോയപ്പോൾ പിന്നീട് അവനെ കുറിച്ച് അധികമായി ആരും കേട്ടപ്പോൾ സ്ത്രീ പോയപ്പോൾ അവൾ നീതീകരിക്കപ്പെട്ടവളായി, പാപം ക്ഷമിക്കപ്പെട്ടവളായി, അവൻ സ്വന്തം പരിഹാരം അവളുടെ ജീവിതത്തിൽ വരുത്തപ്പെട്ടവളായി അവൾ പോയി ഇന്നും ലോകത്തിലെമ്പാടും അവളുടെ ആനന്ദത്തെ കുറിച്ച് പ്രസംഗിക്കപ്പെടുന്നു. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന വ്യക്തിയെ, അവൻ ദൈവമകനെ മകളെ, ഇന്ന് പകൽക്കാലം നീ അവന്റെ അടുക്ക വന്നാൽ നുറുക്കത്തോടെ കണ്ണീരോട് ആ വചനമാകുന്ന വിത്ത് വിതച്ചാൽ, ആ വാഗ്ദത്തങ്ങളെ മുറുകെ പിടിച്ച് അവന്റെ പാദപീഠ വീണാൽ അവൻ നിന്നെയും എന്ന് ജയത്തോടെ മടക്കി അയക്കുന്ന ദൈവം. അവൻ സ്വന്തം ആ സ്ത്രീ ഇമ്മോർട്ടലായിട്ട് അവിടെ ചെയ്ത പ്രവൃത്തി മരിച്ചു പോകാതെ ഇന്നും അനേകർക്ക് പ്രത്യാശ കൊടുക്കുന്നെങ്കിൽ ഇന്ന് പകൽ നിങ്ങളും ദിവസനിധിയിൽ അവൻ കണ്ണീരോടെ വിതച്ചിട്ട് അവൻ ലോകം പറഞ്ഞ് നടക്കത്തില്ല, നടക്കാൻ പോകുന്നില്ല, ഇനി അവരെ കാണത്തില്ല പറഞ്ഞ വിഷയത്തെ എന്റെ ദൈവം നിനക്ക് വേണ്ടി കണ്ണുനീര് കണ്ടിട്ട് ആ വിധ കണ്ടിട്ട് നിന്നെ വളർത്തി, ആത്മീയത്തിലും കൃപയിലും വളർത്തി, നിന്റെ കുടുംബത്തിലെ അത്ഭുതങ്ങൾ നാദം ചെയ്യുമ്പോൾ ഈ സ്ത്രീയെ പോലെ നിന്നെ കുറിച്ചുള്ള അവൻ സാക്ഷ്യങ്ങളും ഈ ലോകമെമ്പാടും മുഴങ്ങാനിടയായി തീരും. നീ പോലും കണ്ടിട്ടില്ലാത്ത ദേശങ്ങള് നീയോ നിന്റെ സന്തതിയോ കടന്നുപോയി ദൈവം ചെയ്ത പ്രവൃത്തികളെ കുറിച്ച് പ്രഖ്യാപിപ്പാനിടയായി തീരും. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം പരിശുദ്ധമ്മ പറയുക, അവൻ സമയം ഇപ്പോഴെങ്കിലും, സമയം അതിക്രമിച്ചു പോയിട്ടില്ല, ഇപ്പോഴെങ്കിലും അവൻ സ്വന്തം ചെയ്യുന്നു. അവൻ ഉപവാസത്തോടും കണ്ണീരോടും കരച്ചിലോടും വിലാപത്തോടും എങ്കിലേക്ക് തിരുവീനെന്ന് പരിശുദ്ധാത്മാവ് ശക്തിയോട് പറയുക. കാരണം കണ്ണീരോട് വിതച്ചാൽ നീ ആർപ്പോടെ കൊയ്യും. ഈ വചനങ്ങൾ ആദ്യമായി കർത്താവ് അനുഗ്രഹിക്കട്ടെ.